സഹോദര തുല്യരായ പ്രിയ സഹകവികളെ എല്ലാവർക്കും നമസ്കാരം. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കവിയരങ്ങിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ പങ്കുചേരുന്നത്. തീർച്ചയായും അനൽപമായ സന്തോഷമാണ് മമത സാഗറും പി കെ ഗോപിയേട്ടനും സൽമയും ജ്യോതിബായി പരിയാടത്തും സുമേഷ് കൃഷ്ണനും ശൈലനും സെബാസ്റ്റ്യനും രേഷ്മയും മലയാള കവിതയുടെ ഭിന്നസ്വരങ്ങളും ഭിന്നസ്വരത്തിൽ പാടുമ്പോഴും മാനവ പ്രതിരോധത്തിൻ്റെ പരിച പോലെ ഒന്നിച്ചു നിൽക്കുന്നവരുമായ തലമുറ ഭേദമില്ലാതെ ഒരിടത്ത് കവിതയെ എത്തിക്കാൻ പ്രാപ്തരായ പ്രഗത്ഭ കവികളോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത് എന്ന അനൽപമായ ചാരിതാർത്ഥ്യം. ഇവരുടെയൊക്കെ കവിതകൾ പല കാലങ്ങളിൽ എത്രയോ തവണ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും സജീവമായ ഒരു സാഹിത്യ രൂപം കവിത തന്നെയാണ്. എത്രയോ ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, കവികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിന് ആളുകൾ പോസിറ്റീവായും നെഗറ്റീവായും അഭിപ്രായങ്ങളൊക്കെ പറയും. ഞാൻ ലോകത്തുള്ളവരൊക്കെ കവികളാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാവരും കവികളായാൽ ആർദ്രത കൂടുതൽ മനുഷ്യഹൃദയങ്ങളിൽ വ്യാപിക്കും. യുദ്ധം ചെയ്യുവാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെടും. പരസ്പരം സ്നേഹിക്കാനുള്ള ബലം കൂടിക്കൂടി വരും. നെതന്യാഹു ഒരു കവിയായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഇത്രയേറെ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ കവിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ശേഷി ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കവികളാവുകയും ആരും ക്രിമിനൽ അല്ലാതാവുകയും മനുഷ്യ മനസ്സുകൾ കവിത കൊണ്ട് ഒട്ടിച്ചേർക്കപ്പെടുകയും അപരൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുമാറാകുന്ന ഒരു കാലം ഉണ്ടാകുകയും ചെയ്യും എന്ന് ഉറച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടുള്ളൊരു അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. എൻ്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ട് അധ്യക്ഷൻ്റെ വേഷം തൽക്കാലം അവസാനിപ്പിക്കാം. ഈ കവിത 30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഈ കവിത തോന്നലുകളുണ്ടാവും. 30 വർഷം മുമ്പ് എനിക്ക് ത്യാഗരാജൻ്റെ കീർത്തനങ്ങൾ വലിയ ഇഷ്ടമാണ്. ത്യാഗരാജൻ രാമഭക്തനായിരുന്നു. അദ്ദേഹം രാമനെക്കുറിച്ച് ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. നിധി ചാല സുഖമ, രാമ സന്നിധി സേവ സുഖമ. ധനമുണ്ടായിരിക്കുന്നതാണോ സുഖം, രാമൻ്റെ സന്നിധിയിൽ എത്തുകയാണോ സുഖം? രാമൻ്റെ സന്നിധിയിൽ എത്തുകയാണ് സുഖമെന്ന് വിചാരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ദേവഗാന്ധാരി രാഗത്തിലുള്ള ക്ഷീരസാഗര ശയന എന്ന കീർത്തനം 30 വർഷം മുമ്പ് ഒരു രാത്രിയിൽ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വിഹ്വലതയാണ് ഈ കവിതയുടെ അടിസ്ഥാനം. കവിതയുടെ പേര് ദേവഗാന്ധാരി. വീണ്ടും ഭവാബ്ധി തൻ തീരത്തിരുന്നങ്ങ് പാടുന്നുവോ ത്യാഗരാജ വിശ്വപ്രേമദീപ്തമാം ജീവന്റെ ദേവഗാന്ധാരി. ഈ വാഴ്വിൻ ജ്വരങ്ങൾക്ക് നിത്യസഞ്ജീവനി. വീണ്ടും ഭവാബ്ധി തൻ തീരത്തിരുന്നങ്ങ് പാടുന്നുവോ ത്യാഗരാജ വിശ്വപ്രേമദീപ്തമാം ജീവന്റെ ദേവഗാന്ധാരി. ഈ വാഴ്വിൻ ജ്വരങ്ങൾക്ക് നിത്യസഞ്ജീവനി. ആരോഹണത്തിൻ മദത്തിരമാലയിൽ ഈ ക്ഷീരസാഗരം ആർത്തുയരുന്നുവോ, പിന്നെ പൊടുന്നനത്താണിറങ്ങുന്നുവോ പ്രാർത്ഥനാനിർഭരം ജീവന്റെ നോവുകൾ. രാമരാമേതി നാമാലാപനങ്ങളിൽ പ്രേമസ്വരൂപം തിരഞ്ഞലകൊള്ളുന്ന രാഗയാനത്തിൻ്റെ ശാന്തവിശ്രാന്തിയിൽ താനേ നമിച്ചടങ്ങുന്നു മധുക്കടൽ. താരകാരാമ നാമക്ഷേത്രമല്ലാതെ ദേവാലയങ്ങളും പൂജയുമില്ലാത്ത നാദസന്യാസിൻ മഹാകാലസാഗരം ഒറ്റരാഗത്താൽ കടന്നുവെന്നോ ഭവാൻ. താരകാരാമ നാമക്ഷേത്രമല്ലാതെ
ദേവാലയങ്ങളും പൂജയുമില്ലാത്ത നാദസന്യാസിൻ മഹാകാലസാഗരൻ ഒറ്റ രാഗത്താൽ കടന്നുവെന്നോ ഭവാൻ. ഞങ്ങൾക്ക് ബാക്കിയാണല്ലോ പെരും കടൽ, മൺചിറകെട്ടിയുറയ്ക്കാത്ത പാലങ്ങൾ, പൊന്നശോകച്ചോട്ടിലെന്നും ജഗൽ ശോകമൂകം തപസ്സിരിക്കും ഭൂമി നന്ദിനി. വാലിലെത്തിയിനാൽ രാമഭക്തൻ മൂഢവാനരൻ കത്തിച്ച സ്വന്തം പുരീതടം, അഗ്നിപരീക്ഷയ്ക്ക് തീയൊരുക്കും രാജനീതികൾ, ഭൂമി പിളർക്കുന്ന നോവുകൾ. എന്നു നിൻ രാമൻ, എന്നു നിൻ രാമൻ, കടൽ നീലമായി പരന്ന് ആകാശനീലം പുണർന്ന് നിറഞ്ഞവൻ, ശ്യാമരാഗത്തിൻ്റെ കാരുണ്യപൂരമായി ജീവിതങ്ങൾക്കുമേൽ സംഗീതമായവനെങ്ങ് നിൻ രാമൻ. കടൽ നീലമായി പരന്ന് ആകാശനീലം പുണർന്ന് നിറഞ്ഞവൻ, ശ്യാമരാഗത്തിൻ്റെ കാരുണ്യപൂരമായി ജീവിതങ്ങൾക്കുമേൽ സംഗീതമായവൻ. ഞങ്ങൾക്ക് രാമനും കാവി ചുറ്റും സ്വാർത്ഥരാമായണത്തിൻ്റെ രക്തസങ്കീർത്തനം, സൂര്യവംശത്തിൻ തമോമയ വിഗ്രഹം, ആര്യഗോത്രങ്ങൾ തന്നാസുരാഹങ്കൃതി. എങ്കിലും ത്യാഗ പാടിയാലും ശിലാഹൃതടം പത്മമായി തീർക്കുന്ന കീർത്തനം. ദേവഗാന്ധാരിതൻ പാലാഴിയിൽ ഭവാൻ, രാമനും മീതയല്ലോ സ്നേഹഗായക. എങ്കിലും ഹേ ത്യാഗ പാടിയാലും ശിലാഹൃത്തടം പത്മമായി തീർക്കുന്ന കീർത്തനം. ദേവഗാന്ധാരിതൻ പാലാഴിയിൽ ഭവാൻ, രാമനും മീതയല്ലോ സ്നേഹഗായക. എല്ലാ കവികളും വാഗ്ഗേയകാരന്മാരും എല്ലാ ദൈവതങ്ങൾക്കും മീതയാകുന്ന ഒരു കാലം വരും എന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമസ്കാരം. മലയാണ്മയെ തോറ്റി ഉണർത്തുന്ന കവി PK ഗോപിയെ കവിത വായിക്കാൻ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യ സുഹൃത്തുക്കൾ, സഹോദര കവികൾ, സഹൃദയർ, സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, എല്ലാവർക്കും കാവ്യ നമസ്കാരം. കവിതയുടെ പേര് ശ്യാമ രുദ്രാക്ഷം. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, ഭാസുര സംഗീതത്തിൻ പാൽക്കടലിരമ്പുന്നു. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, ഭാസുര സംഗീതത്തിൻ പാൽക്കടലിരമ്പുന്നു. ഞാനൊരു മഹാവീണയാകുന്നു, ആർക്കും മീട്ടാം ജ്ഞാനലോലുപം വിരലാർദ്രമായി സ്പർശിക്കണം. ഞാനൊരു ശിലാമൗനമാകുന്നു, ആർക്കും കൊത്താം സ്നേഹസൂക്ഷ്മമായി ഉളി ശില്പത്തെയുണർത്തണം. ഞാനൊരു മായാമേഘമാകുന്നു, ആർക്കും കാണാം ഏഴു വർണ്ണവും മാരിത്തൂവൽ ചേർത്തൊഴിയണം. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, അലിലത്തോണിക്കാരനിക്കരയ്ക്കടുക്കുന്നു. ഞാനൊരു മഴത്തുള്ളിയാകുന്നു, വേനൽ കണ്ണിലായിരം മൂകാംബരം അലിഞ്ഞ മുത്താകണം. ഞാനൊരു മഴത്തുള്ളിയാകുന്നു, വേനൽ കണ്ണിലായിരം മൂകാംബരമലിഞ്ഞ മുത്താകണം. ഞാനൊരു പക്ഷിച്ചിറകാവുന്നു, കാലത്തിൻ്റെ ദൂരശാഖയിൽ പാർത്തു പൊരുന്ന ചൂടേകണം. ഞാനൊരു വെള്ളാമ്പൽ പൂവാകുന്നു, ആർക്കും നുള്ളാം ആത്മഭിക്ഷയായ ആദിക്ഷേത്രത്തിലെറിയണം. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, ആദിത്യ സമ്പാദ്യങ്ങൾ ഒഴിയിൽ വിതയ്ക്കുന്നു. ഞാനൊരു കതിരാട്ടമാകുന്നു,
പച്ചത്തത്ത പാറി വന്നൊന്നോ രണ്ടോ നെന്മണി ഭക്ഷിക്കണം. ഞാനൊരു ചെന്തീക്കനലാകുന്നു, ഞാനൊരു ചെന്തീക്കനലാകുന്നു, പന്തങ്ങൾക്ക് നാവു നൽകുവാനീറ്റു നോവേറ്റു പിടയ്ക്കണം. ഞാനൊരു ചിലങ്കക്കൂടാവുന്നു, ദുഃഖത്തിൻ്റെ രോഷവിക്ഷോഭം സ്വയം സ്ഫുടം ചെയ്തെടുക്കണം. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, ആപാദചൂടം ബുദ്ധരശ്മികൾ പരക്കുന്നു. ഞാനെന്ന മിഥ്യാരൂപമാതൃകമായുന്നേരം ശ്രീചക്രജ്യോതിസിൻ്റെ സുഗന്ധം വ്യാപിക്കണം. വീണുടഞ്ഞാലും ഏതോ വാഗർത്ഥദേശാടനം വീരകാരുണ്യത്തിൻ്റെ സത്യത്തിലുറങ്ങണം. വീണുടഞ്ഞാലും ഏതോ വാഗർത്ഥദേശാടനം വീരകാരുണ്യത്തിൻ്റെ സത്യത്തിലുറങ്ങണം. 100 അശ്വങ്ങളെ പിടിച്ചു കെട്ടാനുള്ള പ്രേമസാധനാബലം ധ്യാനത്തിലുണരണം. 100 അശ്വങ്ങളെ പിടിച്ചു കെട്ടാനുള്ള പ്രേമസാധനാബലം ധ്യാനത്തിലുണരണം. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, ശാപമോക്ഷത്തിൽ ശ്യാമരുദ്രാക്ഷമുതിരുന്നു. അസുരോത്സവം കഴിഞ്ഞിരുണ്ടു വെളുക്കുന്നു, ശാപമോക്ഷത്തിൽ ശ്യാമരുദ്രാക്ഷമുതിരുന്നു. നമസ്കാരം. We invite famous Tamil poet and novelist Salma to present the poem. காலை வணக்கம். தமிழ்லே வாசிக்கலான்னு நினைக்கிறேன். ஏன்னா தமிழ் எல்லாருக்கும் தெரியும், இங்கே புரிஞ்சுக்க முடியும். ஆங்கிலம் இருக்குது, பட் அது வேண்டாம் அப்படின்னு நினைக்கிறேன். என் பூர்வீக வீடு. முன்கூட்டி குறிக்கப்பட்ட காலம் ஒன்றில் உலர்ந்த திராட்சை என சுருங்கிய சருமத்தோடு நினைவு தப்பி சரிந்திருந்த அவளிடமிருந்து கருப்பையை மருத்துவர்கள் பிரித்தெடுத்தனர், சலனமற்ற கவனத்துடன். தண்ணீர் நிரம்பிய பாத்திரத்தின் மௌன வெளியெங்கும் கனத்த ஈரல் துண்டு என தழும்பும் அது துளங்கிய தன் மர்மத்தோடு. எனது உயிர் ஒடுங்கியிருந்த அச்சதை துண்டை நோக்கி இதயத்தின் மத்தியில் இருந்து பீரிட்டு எழும் கிளர்ச்சி பின் பெரும் துக்கமாய் மாறும். எத்தனை முறை உயிர் சுமந்திருந்தால் என்ன, கழிப்பறையில் உருவாகி தகிக்கும் வெப்பமென சவிக்கப்பட்டதான தாகத்தானே இருந்திருக்கும் அவ்வுறுப்பு அவளுக்கும். தொடர்ச்சியான வேட்டையாடலுக்கு பின் சக்கையாய் மாறிய அதன் ஆன்மா இனியேனும் அமைதி பெறக்கூடும். குறிக்கப்பட்ட நேரத்திற்கு சற்று முன் தனது அறைக்கு வெளியே வலைப்பின்னலின் கீழே ஒளி நொறுங்கி கிடப்பதை உற்று பார்த்து கொண்டிருந்து விட்டு பயமற்ற குரலில் சொன்னாள், நான் இனி பாதி மனுஷி. அவ்வார்த்தைகளில் கனன்றிருந்த இழப்புணர்வின் வன்மம் பிறகு என்னை அமைதி கொள்ள விடவே இல்லை. ஒரு பூ மலர முன்பு ஒரே ஒரு முறை சந்தித்திருப்பின் மொத்த வாழ்வையும் கூட பணயம் வைக்காது இருந்திருக்கலாம். கனநேர பொறுமை இந்த மோசமான வார்த்தையை விழுங்கி செரித்திருக்கும். உரிய கவனமோ அக்கறையோ இருந்திருந்தால் சிதறியிருக்காது ஒரு நட்பு. சுவையற்ற நீண்ட காலம் ஸ்தம்பிக்கிறது கனநேர அவகாசங்களில். இப்பூ மலர ஒரு கணம் அனுமதித்திருந்தால் அது இப்படி கனன்று கொண்டிருக்காது இல்லையா? ஒரு மாலையும் இன்னொரு மாலையும், தனிமையின் இடுக்கில் நசிந்து விழும் இன்னொரு மாலை நேரம். சுவர் தாண்ட திராணியற்ற கால்கள் வளைய வருகின்றன உள்ளறைகளின் இருட்டில். அறையின் ஒழுங்குகளது மூச்சு காற்றின் வெப்பத்தில் எழுகிறது கந்தக நெடி. உறைந்த கனவுகளை வெட்டி எடுத்து உருக்க எத்தனிக்கும் அர்த்தமின்மையின் மீதில்லை ஏதொரு மாற்று அபிப்பிராயமும். சுமூகமான தாம்பத்தியங்களுடன்
தன் இறைகளோடு மட்டும் ஜீவித்து சுகித்திருக்கும் உயிரினங்கள் இருக்கக்கூடும் இப்பிரபஞ்சத்தில். தொடர்ந்து வரும் பதற்றமான இரவுகளும் குழந்தைகளின் அமைதியற்ற சினுங்கல்களும் பின் உருமாறும் என்னை பற்றி பெரும் வேடிக்கையாக. காலத்தின் ஒட்டடைகள் கனல் உமிழ்ந்து பளிச்சிட்டு பிரகாசிக்கும் பொழுதில் எங்கிருந்து தான் உயிர்க்கிறதோ இந்த கொடும் கசப்பு. உன் திரும்புதலுக்கான உணவை எப்போதோ சமைத்தாகிவிட்டது. தயவுகள் வேண்டாத சுவர் பள்ளிகள் இரவை நோக்கி காத்திருக்கின்றன. முடிவில்லை, முடிவே இல்லை என் மீதான அக்கறையின்மைகளுக்கு. இந்த அறை எங்கும், இந்த படுக்கை எங்கும் அத்துமீறி நுழைந்த கால்களின் சுவடுகள். எங்கோ தோங்கிற்று பாதைகள் அழிக்கப்பட்ட பாதையில் அதிசயங்கள் நேராத குகை வாழ்வுக்கு நமது இந்த பயணம். யாரேனும் ஒருவர் கொலையாளியாகும் சாத்தியங்களுடன் ஒன்றாக உறங்குகிறோம். வண்ண உடைகளுக்குள் காலகாலமாய் ஒட்டரைப்படுகிற உடல். எண்ணற்ற சதிகளால் புனையப்பட்டது இந்த வாழ்க்கை. ஒட்டடைகள் துளைத்து செல்கின்றன சீன அரசிலங்குமரனை பற்றிய கனவொன்றினை. தனித்த மாலை பொழுதினில் திடீரென ஜன்னல் கம்பிகளில் துடிக்கின்றன யாரேனும் ஒருவர் விட்டு செல்லும் அதிர்வுகள். என் கருப்பு அங்கிக்குள் பெருகி சிதறும் யாருமில்லாத யாரோ ஒரு அந்நியனின் முகம். താങ്ക് യു. കവി ജ്യോതിബായി പരിയാടത്ത് അടുത്തതായി കവിത അവതരിപ്പിക്കും. നമസ്തേ. ഇങ്ങനൊരു അവസരത്തിൽ ക്ഷണിച്ചതിന് നന്ദി. പ്രിയപ്പെട്ട സഹകവികളെ, വേദിയിലിരിക്കുന്ന കവികളും കാവ്യാസ്വാദകരും, ഈ കഴിഞ്ഞ ജനുവരി 24-നായിരുന്നു പാലക്കാട്ടെ തെരുവത്ത് പള്ളി നേർച്ച. മതപ്രചരണാർത്ഥം കേരളത്തിലെത്തിയ സൂഫി വര്യൻ ഷെയ്ഖ് മുഹമ്മദിൻ്റെ മഖബറ തെരുവത്ത് പള്ളിയിലാണ്. തെരുവത്തി പള്ളി നേർച്ച മകരമാസത്തിലെ പൗർണമിക്കാണ് നടക്കുക. അപ്പം വരവാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. കാർഷിക വിളകൾ സമർപ്പിക്കലാണ് ഏറ്റവും വലിയ കാണിക്ക. അവിടുത്തെ മണ്ണാണ് പ്രസാദം. ഈ മണ്ണ് കാർഷിക സ്ഥലത്ത് കൊണ്ട് വിതറിയാൽ കൃഷി നല്ലവണ്ണം അഭിവൃദ്ധിപ്പെടുമെന്നാണ് വിശ്വാസം. കവിതയുടെ പേര് കൺകെട്ട്. അന്നും അഖിലാണ്ടമ്മാൾ ഉച്ചമയക്കത്തിൽ ഞെട്ടിയുണർന്നു. അന്നും അഖിലാണ്ടമ്മാൾ ഉച്ചമയക്കത്തിൽ ഞെട്ടിയുണർന്നു. രാമാ എൻ കൊഴന്ത തണ്ണീല കുതിച്ചിട്ടേ അവർ പൊട്ടിക്കരഞ്ഞു. തെരുവത്ത് പള്ളി നേർച്ചയന്ന് വിടിയക്കാല് ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിൻ്റെ ഇഡ്ഡലി കടയിലാണ് 30കാരനായ അളകപ്പ കൗണ്ടർ 18കാരിയായ അഖിലാണ്ടമ്മാളെ ആദ്യം കാണുക. കൊല്ലാകൊല്ലം അളവിലും വിളഞ്ഞ കൊള്ളും കടലയും മൂട്ടകെട്ടി സൂഫിത്തങ്ങളുടെ നേർച്ച കൊള്ളാൻ മൈലന്മാരെ തെളിച്ച് പല്ലഞ്ചാത്തനൂർക്ക് പോകലുണ്ട്. അത് പാട്ടനാർകാല പതിവ്. തെരുവത്ത് പള്ളിയിൽ ആന കുതിരപ്പുറങ്ങളിലും ആൾച്ചുമടായും വരും. പുതുമണം മാറാത്ത ഓലവട്ടികളിൽ മധുമതുക്കന വാസനിക്കും നേർച്ച അപ്പങ്ങൾ. തെരുവത്ത് പള്ളിയിൽ ആന കുതിരപ്പുറങ്ങളിലും ആൾച്ചുമടായും വരും. പുതുമണം മാറാത്ത ഓലവട്ടികളിൽ മധുമതുക്കന വാസനിക്കും നേർച്ച അപ്പങ്ങൾ. കൊങ്ങുനാടൻ കാളവണ്ടികൾ വാളയാറും മീനാക്ഷിപുരവും ഗോവിന്ദാപുരവും താണ്ടി കഞ്ചിക്കോടും കൊഴിഞ്ഞാമ്പാറയും കൊല്ലങ്കോടും കടന്ന് പല്ലഞ്ചാത്തനൂരേക്ക് വഴിയിട്ടൊഴുകും. നെല്ലും പയറും പലവകയും ആടും കോഴിയുമായി നേർച്ചപ്പണ്ടങ്ങൾ കുമിയും. വണ്ടിത്താരയിൽ കാളക്കുടമണികൾ കിലുങ്ങും. സൂഫി മുഹമ്മദിൻ്റെ ഊന്നുവടിയിൽ കിളർന്ന കാഞ്ഞിരത്തിലകൾ അന്നേക്ക് ഒരു നാൾ മാത്രം ഇനിക്കും. അപ്പം പങ്കിട്ട് ഖബറിലെ പൂമണ്ണും മണവും പ്രസാദമായി രുചിച്ചും കാളന്മാരെ തീറ്റിച്ചും അടുത്ത വിളവിന് മുമ്പുള്ള വയലിൻ്റെ പങ്ക് കിഴികെട്ടിയെടുത്തും അവർ നിറവിൽ മടങ്ങും. അന്ന് തിരികെ വണ്ടി കെട്ടിയ നേരം കാളന്മാർക്ക് കാലാറാൻ നിർത്തി വെള്ളം കാട്ടുമ്പോൾ അഖിലാണ്ടത്തെ ഒന്നുകൂടി കണ്ടു. തുണിത്തട്ടിലെ ചൂടിടലുകൾ ചുറുചുറുക്കിൽ അടർത്തിയിടുമ്പോൾ സാമവറിൻ്റെ കനൽവെട്ടം അവളുടെ മൂക്കുത്തിയിൽ തട്ടിച്ചിന്നി. ഇഡലിയുടെ ആവിമണം, ഇറുകമെടഞ്ഞ മുടിയിലെ മുല്ലമണം, സന്ധ്യയുടെ അകിൽമണം. പൊള്ളാച്ചിക്ക് അവളെ പൊണ്ടാട്ടിയായി കൂടെ കൂട്ടാൻ ആ നിമിഷത്തിൽ ആശമുറ്റി. പുള്ള പെറാ വാഴ്വിൻ്റെ പുളിച്ചു പറ്റിയ 14 നേർച്ച വീടലുകൾ പറന്നുപോയി. ഒടുവിലത്തെ വട്ടം മടങ്ങുമ്പോൾ കച്ചേരി പടിക്കല കിളിജോസിയം കട്ടായം പറഞ്ഞു, വടക്കൂരില് പള്ളിമേൽ കോയിൽ ചെലയെ കൺമുഴിച്ചു പാത്തിരക്ക്.
வடக்கூரில் பள்ளிமேல் கோயில் சிலை கண்முடிச்சு பார்த்திருக்கு, கும்பிடுங்க, கூடவே வந்துட போறாரு. വടക്കൂരെത്തി കോയിൽ വേണ്ടുതലൊക്കെയും ഖച്ചിതമായി തീർത്ത് മടങ്ങുമ്പോൾ പിള്ളക്കൈ വിരൽ തുമ്പത്ത് ഒരു പിള്ളക്കൈ തൊട്ടെന്ന് തോന്നി അളകപ്പന്. വടക്കൂരെത്തി കോയിൽ വേണ്ടുതലൊക്കെയും ഖച്ചിതമായി തീർത്ത് മടങ്ങുമ്പോൾ പിള്ളക്കൈ വിരൽ തുമ്പത്ത് ഒരു പിള്ളക്കൈ തൊട്ടെന്ന് തോന്നി അളകപ്പന്. തിരികെ വണ്ടിയിൽ അഖിലാണ്ടമ്മാൾക്ക് കരുമാടി മയങ്ങും മട്ട് മടിത്തട്ട് കനത്തു. അവനാകട്ടെ അവരുടെ കണ്ണുകെട്ടി കാറ്റാടിപ്പാടങ്ങൾക്കിടയിൽ മണ്ണട്ടയായി ഒളിഞ്ഞു. പൊക്കർണികളുടെ നീലിമയിലേക്ക് വലിയൊരു മീനായി ഊളിയിട്ട് മറഞ്ഞു. കലവറയിലെ പണിയാരച്ചട്ടി പൂച്ചയായി തട്ടിയിട്ടും കെട്ടഴിഞ്ഞ പൈക്കിടാവിൻ്റെ പാൽ മൊത്തം കട്ടുകുടിച്ചും എരുതിന് ജോഡിയായി ചക്കിനു ചുറ്റും കറങ്ങിയും അഖിലാണ്ടത്തിൻ്റെ ഉച്ചമയക്കങ്ങളെ മുറിച്ചു. ആ തൈമാസത്തിൽ പൗർണമി തലേന്നാൾ കരിമ്പും കമ്പും കടലയുമായി നേർച്ചക്കാള വണ്ടി അകിടിൽ റാന്തലും കുടമണിയും കെട്ടി ഉരുണ്ടു തുടങ്ങുമ്പോൾ ഒരു ഞൊടി അളകപ്പനും തോന്നി വണ്ടിക്കൈയിൽ തൻ്റെ ചൂടുപറ്റി അവനിരിപ്പുണ്ടെന്ന്. വഴിയിൽ അങ്ങോളം വാതോരാതെ അവൻ്റെ പാട്ട് കേട്ട് മയങ്ങുകയായിരുന്നു അഖിലാണ്ടമ്മാൾ. എൻ കൊഴന്ത്, എൻ കണ്ണ്, എൻ രാസ എന്നൊക്കെ അവർ പിറുപിറുത്തു. കാളത്താരയിൽ വഴി നടത്തുമ്പോൾ ചൂട്ടനുമേൽ കൈകുത്തി മറിഞ്ഞ് തങ്ങളിൻ്റെ കബറും നേർച്ചക്കൂമ്പാരങ്ങളും അപ്പച്ചുമടുകളും താണ്ടി പള്ളിക്കകത്തേക്ക് എന്തോ മറഞ്ഞത് അവസാന നോട്ടത്തിൽ അഖിലാണ്ടം കണ്ടു. കാളത്താരയിൽ വഴി നടത്തുമ്പോൾ ചൂട്ടനുമേൽ കൈകുത്തി മറിഞ്ഞ് തങ്ങളിൻ്റെ കബറും നേർച്ചക്കൂമ്പാരങ്ങളും അപ്പച്ചുമടുകളും താണ്ടി പള്ളിക്കകത്തേക്ക് എന്തോ മറഞ്ഞത് അവസാന നോട്ടത്തിൽ അഖിലാണ്ടം കണ്ടു. തൈമാസ പൗർണമി മൂത്തും പഴുത്തും നിലാവു പെയ്ത ആ രാത്രിയിൽ കൊങ്ങുവഴിയിലൂടെ തിരികെ നിശബ്ദം തുഴഞ്ഞ വണ്ടിയിൽ യാത്രികർ ആരുമുണ്ടായിരുന്നില്ല. തൈമാസ പൗർണമി മൂത്തും പഴുത്തും നിലാവു പെയ്ത ആ രാത്രിയിൽ കൊങ്ങുവഴിയിലൂടെ തിരികെ നിശബ്ദം തുഴഞ്ഞ വണ്ടിയിൽ യാത്രികർ ആരുമുണ്ടായിരുന്നില്ല. നമസ്തേ. കവിതയെ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് പകർത്തിവെക്കുന്ന സെബാസ്റ്റ്യനെ കവിത വായിക്കാൻ സാദരം ക്ഷണിക്കും. വിശ്രമവേളയിലേക്ക് ഒരു വിനോദം. ജനലിലൂടെ തന്നെ നോക്കിയിരുന്ന് ജീവിതത്തെ ജനൽപ്പാകത്തിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് ചുരണ്ടിയോ ചിന്തേരിട്ടോ അതിലെ സങ്കടങ്ങളും വേവലാതികളും മായ്ച്ചു കളയണം. എന്നിട്ടത് അട്ടിയട്ടിയായി അടുക്കണം. ശലഭങ്ങളെ വിളിച്ച് അവയുടെ ജീവിതോല്ലാസത്തിൻ്റെ വർണ്ണങ്ങളും, കിളികളെ വിളിച്ച് പ്രത്യാശയുടെ സ്വരങ്ങളും അടിച്ചു മാറ്റണം. അട്ടിയിട്ട ഫ്രെയിമിൽ നിരത്തി അവയെ ഒരേ മാതിരി വളർത്തണം. ലെവലൊത്തു വളർന്ന അവയെ ആകാശത്തേക്ക് പടർത്തി സൂര്യൻ്റെ ജനൽ അടച്ചുകളയണം. രാത്രി എന്ന ബോർഡ് തൂക്കാൻ മറക്കരുത്, എങ്കിലേ നക്ഷത്രങ്ങൾ നിറയൂ. പിന്നെ ആ ജനൽ തുറക്കണം. അങ്ങനെ ലോകാവസാനം വരെ പകലും രാത്രിയും ഉണ്ടാക്കി കളിക്കുവാനുള്ള ഒരു ലളിതമാർഗമാണിത്. നന്ദി. പുതുകവിതയുടെ ശക്തി സൗന്ദര്യങ്ങൾ സ്വന്തമാക്കിയ കവി സുമേഷ് കൃഷ്ണൻ കവിത വായിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഈ നിറഞ്ഞ വേദിയിലും സദസ്സിലും കവിത ചൊല്ലാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. 2 ചെറിയ കവിതകൾ. ആദ്യത്തെ കവിത രണ്ടാം വരവ് എന്നാണ്. രണ്ടാം വരവ്. മഹാഭാരതം സീരിയൽ വീണ്ടും വന്നത് വല്ലാത്തൊരു വരവായിപ്പോയി. വെള്ളക്കയിൽ മരച്ചീനിക്കമ്പാഴ്ത്തി ഭീമൻ്റെ ഗദയും മഞ്ഞണാത്തിക്കമ്പിൽ പൊച്ചക്കയർ കെട്ടി അർജുന ഗാന്ധീവവും അരിമുറക്കിൻ്റെ തുളയിലൂടെ ചൂണ്ടുവിരൽ തള്ളി സുദർശന ചക്രവും ഉണ്ടാക്കി മഹാഭാരതത്തോട് ഏറെക്കുറെ ഐക്യപ്പെട്ട അന്നത്തെ ബാല്യത്തിന് ഇപ്പോൾ 2 ആൺമക്കളാണ്. അന്ന് മഹാഭാരതം കണ്ട കാലത്ത് കവലയിൽ സ്റ്റേഷനറി കട പോലും ഇല്ല. മക്കൾ കാണുന്ന മഹാഭാരതത്തിനിടയ്ക്ക് ചീറി വരുന്നുണ്ട് സ്വിഗ്ഗിയുടെ ഇരമ്പലും.
ഞാൻ അന്നത്തെ ആയുധങ്ങളുടെ നാട്ടുമാതൃക തനിയെ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയായിരുന്നു. മക്കൾ സ്ക്രീനിലെ ആയുധങ്ങൾക്ക് റോക്കറ്റ് പിടിപ്പിക്കാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് കഴിഞ്ഞു. വീട് കുരുക്ഷേത്രമാകാനും ഞാൻ ശരശയ്യയിൽ വീഴാനും ഇനി നിമിഷങ്ങൾ മാത്രം. വീട് കുരുക്ഷേത്രമാകാനും ഞാൻ ശരശയ്യയിൽ വീഴാനും ഇനി നിമിഷങ്ങൾ മാത്രം. ഒരു കവിത കൂടി. മലയാളത്തിൻ്റെ മഹാപ്രതിഭയായിരുന്ന കാവാലത്തെക്കുറിച്ച് എഴുതിയ കാവാലക്കളം. കിഴക്കിൻ്റെ കളിത്തട്ടിൽ നിലവിളക്കുണർന്നല്ലോ, തഴപ്പായും ചുരുട്ടിക്കൊണ്ടിരവു പോയി മറഞ്ഞല്ലോ. കിഴക്കിൻ്റെ കളിത്തട്ടിൽ നിലവിളക്കുണർന്നല്ലോ, തഴപ്പായും ചുരുട്ടിക്കൊണ്ടിരവു പോയി മറഞ്ഞല്ലോ. തളകെട്ടി തലയിൽ കെട്ടണിഞ്ഞെന്നും വരാറുള്ള കളിക്കാരൻ അവനെങ്ങാണൊളിച്ചിരിക്കണതയ്യാ. ചിരിച്ച തുമ്പയിൽ പാറിക്കളിക്കും തുമ്പിയിൽ, കാഴ്ച വരിക്കച്ചക്കയിൽ പാടും കുയിലിൻ തൊള്ളയിൽ, ഓളം കൊരുക്കും കായലിൽ ഓടം തുഴയും കൈകളിൽ, മേളം പെരുക്കുന്നുത്സവത്തിൽ പൂത്തുലയൊന്നൂനെവിടെ പോയി. ഒരിക്കൽ പണ്ടൊരിക്കൽ ഈ നടുത്തളത്തിലായി നിന്നിട്ടരിശത്തോടിണക്കത്തോടവൻ ആടിത്തിമിർത്തപ്പോൾ, മറക്കാനായൊരു നാളും ഒരുത്തർക്കും കഴിയാത്ത മറപ്പൊരുൾ മറനീക്കി മനതാരിൽ തെളിഞ്ഞല്ലോ. അവനവൻ കുഴിച്ചതാം കടമ്പയും കടന്നു, അവനിയിലഴുക്കുചാലതു നീന്തി തളർന്നു. പാലടയ്ക്കായി കൊതിച്ചിട്ട് പഴിമോന്തിക്കിടന്നു. ആലിലയ്ക്കൊപ്പം വിറച്ചപ്പോൾ കുളിരായി നീ നിറഞ്ഞു. നെടുങ്കങ്കുപ്പായം പുതച്ചു നിൽക്കുന്നൊരെടുപ്പുകാവാലം, നെടുങ്കങ്കുപ്പായം പുതച്ചു നിൽക്കുന്നൊരെടുപ്പുകാവാലം, എടുത്തു ചുറ്റിയ കസവും മുണ്ടിൻ്റെ പളപ്പുകാവാലം, നനുത്ത ചുണ്ടിലെ നറുനീല ചിരി തെളിച്ചം കാവാലം, നനുത്ത ചുണ്ടിലെ നറുനീല ചിരി തെളിച്ചം കാവാലം, പനിച്ച മണ്ണിനു മരുന്നു വയ്ക്കുന്ന മനസ്സു കാവാലം, പനിച്ച മണ്ണിനു മരുന്നു വയ്ക്കുന്ന മനസ്സു കാവാലം, എനിക്കു കൽക്കണ്ട കനിക്കു തുല്യമാം ഇനിപ്പു കാവാലം, തനിച്ചിരിക്കുമ്പോഴകത്തിരമ്പുന്ന കവിത കാവാലം, തനിച്ചിരിക്കുമ്പോഴകത്തിരമ്പുന്ന കവിത കാവാലം. കാവാലത്തു കുരുത്ത നെൽച്ചെടികളെ, തൃക്കാർത്തിക പൂക്കളെ, നാവേറിനണയുന്ന നീർക്കിളികളെ, തേങ്ങുന്ന താരങ്ങളെ, ആവുന്നത്ര ഉറക്കനെ കരയുമെന്നാലപ്പുഴേ, ആവുന്നത്ര ഉറക്കനെ കരയുമെന്നാലപ്പുഴേ, നാടുവിട്ടി വമ്പാർന്നൊരു കൊമ്പനാനയിൽ എഴുന്നള്ളുന്നവൻ പോകുമോ? അങ്ങനെ ഒരിടത്തും
നശിച്ചു പോകാത്ത അക്ഷരത്തിൻ്റെ ശക്തിയെയാണ് നമ്മൾ ഉപാസിക്കുകയും തുടരുകയും ചെയ്യുന്നത്. നമസ്കാരം. സാംസ്കാരിക രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ജനകീയ സാക്ഷ്യമാണ് വിനോദ് വൈശാഖിയുടെ കവിതകൾ. കവിത വായിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുഗതകുമാരി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിങ്കര എന്ന തെക്കൻ മണ്ണിൽ നടന്ന സമരങ്ങളുടെ ഓർമ്മയ്ക്കാണ് ഈ കവിത. നെയ്യാറ്റിങ്കര എന്നത് സി വി രാമൻ പിള്ള മുതൽ സുമേഷ് കൃഷ്ണൻ വരെ കവിത പാടി കഥ പറഞ്ഞ് ഒക്കെ നടന്ന സ്ഥലമാണ്. നെയ്യാറിൻ്റെ സാംസ്കാരിക യാത്ര കൂടെയാണ് ഈ കവിത. നെയ്യാറിൻ ചിലമ്പുകൾ. നെയ്യാറിൻ അസ്വസ്ഥമാം ചിലമ്പിൻ താളം മണ്ണിലുരുമ്മിത്തേങ്ങിപ്പയ്യെ ദാഹിച്ചു തെന്നി നരവീണെന്നോ എങ്ങും ചിതറിപ്പരന്നിടും മുടിനാരീർപ്പം തേടി പൂ തേടി പിന്നെ നീന്തലും മറന്നവൾ കുഴഞ്ഞു മണൽ ഭൂതം വിരിച്ച കള്ളക്കുഴിക്കുള്ളിലായി ശ്വാസം തേടി. മരിക്കാൻ കിടക്കുമ്പോൾ കാമ്പോജിരാഗം വാസുദേവന്റെ ഈറൻമുള കൈപിടിച്ചുയർത്തുമോ കയത്തിൽ നിന്നും നിന്നെ മോഹന നിലാവുമായി മേലെ നിന്നിടും ചന്ദ്രരാഗത്തിൽ പതഞ്ഞൊരു യൗവനം മറഞ്ഞപ്പോൾ കോമളം അഷ്ടകത്തിൻ തിരിതെളിച്ചു കൂട്ടിൻ ഇളയ കവി വിൽപ്പാട്ടിൻ്റെ പെരുമാളും. നെയ്യാറിന് അസ്വസ്ഥത പങ്കുവയ്ക്കുന്നു, അവളപ്പോഴും ചൂളം കുത്തി പായുവാൻ ശ്രമിക്കുന്നു. കൈതവാൾ പയറ്റുകൾ ഉത്സാഹത്തിമിർപ്പുകൾ ആറാട്ടുകടവിലെ കൈവളക്കിലുക്കം കേട്ടടങ്ങാതോടക്കുഴൽ മീട്ടുന്ന കണ്ണന്മാരെ കൈത്തുഴയ്ക്കൊതുക്കി നീന്തുവാൻ പഠിപ്പിച്ചു. പതുങ്ങി പൊഴിമുറിച്ചറബിക്കടലിൻ്റെ എഴുത്തച്ഛന്മാർ ഏറ്റുവാങ്ങുന്ന നിമിഷത്തിൽ വാവാടും തുറ ചന്ദ്രവളയം കൊട്ടിപ്പാടും വിഴിഞ്ഞം മഹാരാജൻ പൊന്നാട ചാർത്തും നിന്നെ ബുധദർശനത്തിൻ്റെ പഞ്ചാരമണൽ തട്ടിൽ കോവളം തിരക്കയ്യാൽ തൊട്ടിലാട്ടിയിടും നേരം നെയ്യാറിൻ അസ്വസ്ഥത പങ്കുവയ്ക്കുന്നു, അവളപ്പോഴും ചൂളം കുത്തി പായുവാൻ ശ്രമിക്കുന്നു. വാക്കുകൾ നെയ്യാഴങ്ങൾ മോഷ്ടിച്ചു കടത്താതെ മരിച്ച കുഞ്ഞെ നിന്നെ പൊതിഞ്ഞു തലക്കീഴിൽ വച്ചുറങ്ങുന്നോരമ്മ കഥ നൽകിയ വേണുഗോപന്റെ സർഗാത്മക തറവാടാകും മുമ്പ് അരുവി ആഴത്തേക്കു ക്ഷണിച്ചു സമ്മാനിച്ച കല്ലിലെ ചരിത്രവും ഗുരുവും നമുക്കല്ലോ. ജാതികൾ പൂക്കും മുറ്റത്തുയർത്തി അടിച്ചൊരു പന്തിൻ്റെ ഉള്ളിൽ ഓണം കളിക്കാൻ തുടങ്ങുന്നു. ഗോൾമുഖം കാത്തുന്നോനെ പന്തുമായി പാഞ്ഞെത്തുന്നൊരാറടി കരുമന്റെ കളി നീ കണ്ടിട്ടുണ്ടോ? പതുങ്ങി പൊഴിമുറിച്ചറബിക്കടലിൻ്റെ എഴുത്തച്ഛന്മാരേറ്റുവാങ്ങുന്ന നിമിഷത്തിൽ വാവാടും തുറ ചന്ദ്രവളയം കൊട്ടിപ്പാടും വിഴിഞ്ഞം മഹാരാജൻ പൊന്നാട ചാർത്തും നിന്നെ ബുധദർശനത്തിൻ്റെ പഞ്ചാരമണൽ തട്ടിൽ കോവളം തിരക്കയ്യാൽ തൊട്ടിലാട്ടിയിടും നേരം. കോവളം തിരക്കയ്യാൽ തൊട്ടിലാട്ടിയിടും നേരം ചിന്നമാർത്താണ്ടൻ തുറ വീട്ടിലെ മൺപാത്രങ്ങൾ കുരിശിൽ മുത്തം വച്ചു ദാഹിച്ചു പൊരിയുമ്പോൾ നെയ്യാറിൻ അസ്വസ്ഥത പങ്കുവയ്ക്കുന്നു, അവൾ അപ്പോഴും ചൂളം കുത്തി പായുവാൻ ശ്രമിക്കുന്നു. പൂവു ചോദിക്കും പുഴമുടികൾ പിഴുതടുത്തലറും ബുൾഡോസറിൻ വഴികൾ മിനുക്കാതെ. പൂവു ചോദിക്കും പുഴമുടികൾ പിഴുതടുത്തലറും ബുൾഡോസറിൻ വഴികൾ മിനുക്കാതെ. ആരുവാ മൊഴി നാളെ ചോദിക്കും നമ്മോടെല്ലാം, ആരുവാ നിങ്ങൾ?
ആരുവാ മൊഴി നാളെ ചോദിക്കും നമ്മോടെല്ലാം. ആരുവാ നിങ്ങൾ മൊഴി തിളപ്പിച്ചെടുത്ത നെയ്യാമ്പലിൻ കണ്ണിൽ വീണ്ടും അക്ഷരം തീകായുന്നു. കബനി ചുവന്നതു മാത്രമോർമ്മിച്ചാൽ പോരാ, കണ്ണനു വിളക്കുകൾ നേർച്ചയാക്കിയാൽ പോരാ. വീരരാഘവ നാടെന്നുറക്കെ ശബ്ദക്കുട കെട്ടിവച്ചലറുന്ന നാടായി പിൻവാങ്ങേണ്ട. അഗസ്ത്യക്കുന്നിൻ തല തകർത്ത വെടിക്കുറ്റിക്കകത്ത് തിരികത്തിച്ചിരുന്നു ഞെളിയേണ്ട. കണ്ണശ മൂടൽ മറന്നമറും വണ്ടിൻ മുന്നിൽ മരിച്ച പൂക്കാലത്തെ തളിർപ്പിച്ചെടുത്തോളൂ. വാക്കുകൾ നെയ്യാഴങ്ങൾ മോഷ്ടിച്ചു കടത്തേണ്ട. മരിച്ച കുഞ്ഞെ നിന്നെ പൊതിഞ്ഞു തലക്കീഴിൽ വച്ചുറങ്ങുന്നോരമ്മ കഥ നൽകിയ വേണുഗോപന്റെ സർഗാത്മക തറവാടാകും മുമ്പ് അരുവി ആഴത്തേക്കു ക്ഷണിച്ചു സമ്മാനിച്ച കല്ലിലെ ചരിത്രവും ഗുരുവും നമുക്കല്ലോ. ജാതികൾ പൂക്കും മുറ്റത്തുയർത്തി അടിച്ചൊരു പന്തിന്റെ ഉള്ളിൽ ഓണം കളിക്കാൻ തുടങ്ങുന്നു. ഗോൾമുഖം കാക്കുന്നോനെ പന്തുമായി പാഞ്ഞെത്തുന്നൊരാറടി കരുമന്റെ കളി നീ കണ്ടിട്ടുണ്ടോ? കബനി ചുവന്നതു മാത്രമോർമ്മിച്ചാൽ പോരാ, കണ്ണനു വിളക്കുകൾ നേർച്ചയാക്കിയാൽ പോരാ. അമ്പലമണികൾക്ക് നാവായി മുഴങ്ങേണ്ട. ഭയമില്ലെന്നുൾ ഭയം ഒതുക്കിയാളാവേണ്ട. വീരരാഘവ നാടെന്ന് ഉറക്കെ ശബ്ദക്കുട കെട്ടിവച്ചലറുന്ന നാടായി പിൻവാങ്ങേണ്ട. അഗസ്ത്യക്കുന്നിൻ തല തകർത്ത വെടിക്കുറ്റിക്കകത്ത് തിരികത്തിച്ചിരുന്നു ഞെളിയേണ്ട. കണ്ണശ മൂടൽ മറന്നമറും വണ്ടിൻ മുന്നിൽ മരിച്ച പൂക്കാലത്തെ തളിർപ്പിച്ചെടുത്തോളൂ. CVR പുരത്തേക്ക് തുള്ളിയെത്തുന്നു. വണ്ടിക്കുള്ളിലായി CV നാടിൻ ചരിത്രം വായിക്കുമ്പോൾ വെള്ളികെട്ടിയോരമ്മ പ്ലാവിൻ്റെ പോടിനുള്ളിൽ അടങ്ങിക്കിടക്കട്ടെ വാൾമൂർച്ച മുഴക്കങ്ങൾ. കവിത കുരുക്കിട്ട പിടച്ചിൽ ഭയാനകം. മരിക്കും വരെ മനസ്സുടച്ച ജീവാവേശം. മഴ തോർന്നൊരു തുള്ളിക്കുള്ളിലായി കരയുന്നു മരിജ മനോഹര ലതിക ആശ്ലേഷിച്ച തരുക്കൾ. നെയ്യാറിൻ്റെ അവശേഷിക്കും മക്കൾ. നന്ദി. കവിതയിൽ സ്വന്തമായ പാതകൾ വെട്ടിത്തുറന്ന കവി ശൈലൻ കവിത അവതരിപ്പിക്കും. വിനോദ് വൈശാഖിയും സുമേഷ് കൃഷ്ണനും കവിത ആലപിച്ച് നിർത്തിയെടുത്ത് കവിത ചൊല്ലുന്നത് സാഹസമാണെന്ന് എനിക്കറിയാം. അവരുടെ ശബ്ദചിത്രണങ്ങളുടെ മുഴക്കങ്ങൾ എൻ്റെ ഉള്ളിൽ പോലും ഇങ്ങനെ ഭയങ്കരമായ തുടർചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കവിത ഒരു പാവം കവിതയാണ്. മലയോളം. ഭാഷ ദേ മരിക്കുന്നെന്നും മരിച്ചെന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് തളർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമകളും അടച്ചിരുന്ന് കവിയൊരു ശിലാരൂപിയായി. 1000 കെട്ടിടപ്പണി സൈറ്റുകളിൽ നിന്ന് വന്ന 10,000 ഒഡീഷക്കാർ മുഖത്ത് വെള്ളം കുടഞ്ഞു ചോദിച്ചു, എന്തു പറ്റിഷേട്ടാ? പണിപ്പെട്ട് കണ്ണുമിഴിയുമ്പോൾ മറ്റൊരായിരം കരിങ്കല്ല് കോറികളിൽ നിന്ന് വന്ന 60,000 ആസാമി പണിക്കാരുടെ അന്വേഷണം. ഏത് ഭാഷ സത്ത് ബായ്? നേപ്പാളികൾ, ബീഹാറികൾ, അരുണാചലികൾ എക്സെട്രകൾ വന്നു മുന്നിൽ. പിന്നെയും കിളിപോയി ക്ലീശേ വെടിഞ്ഞു പാഞ്ഞ കവിഞ്ചൻ ബംഗാളി ഗ്രാമങ്ങൾ ഓരോന്നു താണ്ടുമ്പോഴും കേൾക്കുന്നു കുശലം. എവിടുക്കാ കാക്ക? മടുത്ത് വിശന്ന് മിഡ്നാപൂരിലൊരു തട്ടുകടയിൽ കയറുമ്പോൾ സുലഭം സമൃദ്ധം കേരള പൊറാട്ട. ചുമരിലെ ഭൂപടത്തിൽ നിന്ന് ഉയരുന്നു കാഹളം. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പ്രശസ്ത വാഗ്മിയും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഗാന്ധി രക്തസാക്ഷി ദിനം ഇന്ത്യാ ചരിത്രത്തിൽ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഓർക്കേണ്ടതല്ല എന്ന്
ഗാന്ധിയെ ഇല്ലാതാക്കിയവർ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെടി 3 ബിർള ഹൗസിൽ പിടഞ്ഞു മരിച്ച ആ ശരീരം നിലച്ചാലും ഇന്നും ആ വെടിയുണ്ടകൾ ഇന്ത്യയിലുടനീളം ചീറിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. അനേകം പേർ പിന്നെയും രക്തസാക്ഷികളായി. ഗാന്ധി രക്തസാക്ഷിത്വം ഒരു തുടർച്ചയാണ്. അത് ഇനി എവിടെ അവസാനിക്കും എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇനി രക്തസാക്ഷികളുടെ എണ്ണം കൂടിക്കൂടി വരാം എന്നും തോന്നുന്നു. ഒരുപക്ഷെ അടുത്ത കൊല്ലം ഇങ്ങനെ രക്തസാക്ഷി ദിനത്തിൽ ഒരു കവിയരങ്ങിൻ്റെ നടുക്ക് നിന്ന് മഹാത്മാവിനെ ഓർക്കാൻ സാധിക്കുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവസാനത്തെ സ്മരണയാവാനും സാധ്യതയുണ്ട്. ഓരോ തവണ വെടിവെച്ച് വീഴ്ത്തുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രാർത്ഥനയുമാകുന്നു മഹാത്മാഗാന്ധി. എത്ര തവണ വെടിവെച്ച് വീഴ്ത്തിയാലും ആ മഹാത്മാവ് ജീവിക്കുന്നുണ്ട്. ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ആ പുണ്യാത്മാവ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഗാന്ധിയെ കേട്ടാണ് വളർന്നത്. 1969 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധി ജന്മശതാബ്ദിയുടെ ആഘോഷത്തിനു വേണ്ടി മൂക്കുതല ഹൈസ്കൂളിൽ നിന്ന് 8.5 നാഴിക നടന്ന് അണ്ടത്തോട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആപ്പീസിൽ ഒരു സ്ക്രീനിൽ ഗാന്ധിയെ കണ്ടത് ഈ 64ാമത്തെ വയസ്സിലും ഞാൻ ഓർക്കുന്നുണ്ട്. ഗാന്ധി മനസ്സിലെവിടെയോ ആഴത്തിൽ വീണ് പതിഞ്ഞ് കിടക്കുന്നുണ്ട്. പരാജയപ്പെടുമ്പോഴൊക്കെ ആ ധർമ്മശക്തൻ എഴുന്നേൽക്കുന്നുണ്ട്. ഭീരുക്കൾ പല തവണ മരിക്കും. ധീരൻ ഒരിക്കൽ മാത്രമേ മരിക്കുകയുള്ളൂ. ധീരനായിരുന്നു മഹാത്മാഗാന്ധി. ബുദ്ധനായിരുന്നു മഹാത്മാഗാന്ധി. ഇന്ത്യക്ക് ഒരു ദർശനമുണ്ടെങ്കിൽ അത് ബുദ്ധൻ്റെ ദർശനമാണ്. ബിംബിസാരൻ്റെ ഇടയനെ നെഞ്ചിലേറ്റ് എഴുന്നേറ്റ് നിന്ന ബുദ്ധൻ്റെ നാട് ഗാന്ധിയിലും അവസാനിക്കുകയില്ല. പല കാലങ്ങളിൽ പലരും അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗാന്ധിയിലും അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അർദ്ധനഗ്നനായ ഫക്കീർ ധീരതയുടെ അടയാളമായിരുന്നു. 2 ലോകമഹായുദ്ധങ്ങൾ തീതുപ്പിയ നൂറ്റാണ്ടിൽ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ 10,000-കണക്കിന് മനുഷ്യർ ശ്വാസം മുട്ടി മരിച്ച കാലത്ത് ആയുധമെടുക്കാതെ ഒരാൾ ഒരു മഹാസാമ്രാജ്യത്തെ നേരിട്ടു. ഭൂമിയുടെ ലവണമായ ഉപ്പെടുത്ത് എഴുന്നേറ്റ് ദണ്ഡിയിൽ ആ കൃഷഗാത്രൻ നിന്നപ്പോൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ അസ്ഥിബന്ധക്കെട്ടുകൾ തകരുന്നത് ഇന്ത്യ കേട്ടു. ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സൻ മതി ദേ ഭഗവാൻ എന്ന് അദ്ദേഹം ഇന്ത്യയുടെ വിരിമാറിലൂടെ നഗ്നപാതനായി നടന്നു. ഇന്ത്യയെ കാണാൻ നടന്നപ്പോൾ ഒരു ജലാശയത്തിൻ്റെ കരയിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയെ, സഹോദരിയെ കാത്ത് കരയിലിരിക്കുന്ന മറ്റൊരു സഹോദരിയോട് മഹാത്മജി പറഞ്ഞു, ആ സഹോദരിയോട് കയറി വരാൻ പറയൂ. പക്ഷെ അവൾ പറഞ്ഞു, അവൾക്ക് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ, അത് നനച്ച് ഉണക്കാനിട്ടിരിക്കുകയാണ്. അത് ഉണങ്ങുന്നത് വരെ കഴുത്തറ്റം വെള്ളത്തിൽ നാണം മറച്ച് നിൽക്കുകയാണ്. അദ്ദേഹം തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കോട്ടിട്ടിരിക്കുന്നു, അതിനിടയിൽ ഒരു ഷർട്ട് ഇട്ടിരിക്കുന്നു, മുകളിൽ ഉത്തരീയം പുതച്ചിരിക്കുന്നു. ആ ഉത്തരീയം എടുത്ത് സഹോദരി ഇത് ധരിച്ച് കയറി വരൂ എന്ന് അന്ന് മഹാത്മാവ് പറഞ്ഞപ്പോൾ അന്ന് മുതലാണ് അർദ്ധനഗ്നനായി ഫക്കീറായി തീർന്ന അദ്ദേഹം നമ്മുടെ കൂടെ നടന്നത്. അങ്ങനെ ത്യാഗങ്ങളുടേതാണ്, ത്യജിക്കലുകളുടേതാണ് സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മഹാഗുരുനാഥനെക്കുറിച്ച് വള്ളത്തോൾ നാരായണമേനോൻ എഴുതി, പുസ്തകമെന്നെ പുണ്യാധ്യാപനം പുലർത്തുന്നവൻ, ആയുധമെന്നെ ധർമ്മസങ്കരം നടത്തുന്നവൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവദ്വിന്ധ്യാതട മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ
ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവദ്വിന്ധ്യാതട മധ്യദേശത്തെ കാണൂ. ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരു. നമസ്തേ. ഈ നാട് അങ്ങയെ ആയുരന്ത്യത്തോളം നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കും. ആയിരം വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞുകൊണ്ട് ഈ നാടാകെ സഞ്ചരിച്ചാലും 10,000 ലക്ഷങ്ങൾ പിടഞ്ഞു വീണാലും അവസാനം ബുദ്ധൻ്റെ മണ്ണിൽ നിന്ന് മഹാത്മാവെ അങ്ങ് ഉയിർക്കൊള്ളുക തന്നെ ചെയ്യും. ആ മഹാസ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ കവികളുടെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ പ്രണാമം. ഏതായിരുന്നാലും മഹാത്മജിയെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. സത്യത്തിൽ ഇന്ത്യയെ ഈ അർത്ഥത്തിൽ തുന്നി പിടിപ്പിച്ചതിൽ മഹാത്മാവിൻ്റെ രംഗപ്രവേശം വളരെ പ്രധാനമാണ്. 1920 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാത്മജി പ്രവേശിക്കുമ്പോൾ സ്വാതന്ത്ര്യസമരം പല വഴികളിലൂടെ ശക്തി പ്രാപിച്ചു വന്നെങ്കിലും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പല വിഭാഗങ്ങൾ വിഘടിച്ചു നിന്നിരുന്നു. ഹിംസയുടെ പ്രസ്ഥാനങ്ങൾ, പലവിധ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യസമരം ഒരു ധാരയിൽ മാത്രമുള്ളതായിരുന്നില്ല. വീര ഭഗത് സിംഗിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് യോദ്ധാക്കൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് തൂക്കിലേറ്റപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകൾ, എണ്ണമറ്റ സ്വാതന്ത്ര്യ സമരങ്ങൾ. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് 21 ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അനേകം ലഹളകളുണ്ടായി. എത്രയോ മനുഷ്യർ പിടഞ്ഞു മരിച്ചു. പക്ഷേ ഗാന്ധി എന്നൊരു ശക്തിയാണ് ഇതിനെ മുഴുവൻ മുന്നോട്ട് ചേർത്ത് വെച്ചത്. 20കളിൽ മഹാത്മാഗാന്ധി രംഗപ്രവേശം ചെയ്തതോടുകൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി മാറി. നീലം കർഷകരുടെ സമരത്തിൽ മഹാത്മജി പങ്കുചേരുന്നതോടുകൂടിയാണ്, കർഷക സമരങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സുപ്രധാനമായ ഒരു ദിശയിലേക്ക് മാറുന്നത്. ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കർഷകനാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് മഹാത്മജിയാണ് അന്ന് പ്രഖ്യാപിക്കുന്നത്. കർഷക ഗ്രാമങ്ങൾ ഉണരണം. ഓരോ ഗ്രാമവും സ്വയം സമ്പൂർണ്ണമായി സ്വാതന്ത്ര്യപൂർവ്വ ഘട്ടത്തിൽ ഉണർന്നു വരണമെന്ന് മഹാത്മജി വിചാരിച്ചു. ഹരിജനങ്ങളെന്ന് അദ്ദേഹം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായ മനുഷ്യരെ വിളിച്ചു. അവരുണരണമെന്ന് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യൻ ദേശീയധാരയോട് ചേർന്ന് കഴിഞ്ഞിട്ടില്ല. അവരെ ഇന്ത്യൻ ദേശീയധാരയോട് ചേർക്കേണ്ടത് സുപ്രധാനമായ ആവശ്യമാണെന്ന് കണ്ടു. അങ്ങനെയാണ് അഖില ലോക വ്യാപകമായി തുർക്കി സുൽത്താൻ്റെ ഭൂമി പിടിച്ചെടുത്ത ബ്രിട്ടീഷ് സർവാധിപത്യത്തിനെതിരെ ലോകവ്യാപകമായി ഉണ്ടായ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ അലി സഹോദരന്മാരോട് ചേർത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കുന്നത്. പലതരം ചലനങ്ങളെ മഹാത്മജി കൂട്ടിച്ചേർത്തു. നീലം കർഷകരുടെ സമരത്തോടുകൂടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉണരുകയും ഇന്ത്യ മുഴുവൻ ഒറ്റ മനസ്സായി തീരുകയും ചെയ്തു. ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അതേ കാലത്ത് തന്നെ RSSഉം ഉണ്ടായിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടുകാലം ഗാന്ധി ഭാരതം വളരുന്നതോടൊപ്പം ഗാന്ധി വിരുദ്ധ ഭാരതവും വളർന്നുകൊണ്ടിരുന്നു. ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രമാണ്. ഗാന്ധി ഭാരതം വളർന്നതോടൊപ്പം തന്നെ ഗാന്ധി വിരുദ്ധ ഭാരതവും വളർന്നുകൊണ്ടിരുന്നു. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ ഗാന്ധി വിരുദ്ധ ഭാരതം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. പക്ഷേ ഞാനിപ്പോഴും പ്രത്യാശ എന്ന ഒരു അസുഖമുള്ള ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. ഈ പ്രത്യാശ ഒരു സൂക്കേടാണെന്നാണ് NV കൃഷ്ണവാര്യർ പറഞ്ഞത്. പൊന്നാനിക്കാർക്ക് ചികിത്സിച്ചാൽ ഭേദമാകാത്ത ഒരു അസുഖമുള്ളത് അത് ശുഭാപ്തി വിശ്വാസമാണ്. മടുപ്പനത്രേ കൊട്ടാരം, അയത്ന സുലഭ സുഖാകാരം, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാൻ ഇവയെ, വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ, വിയോഗമെന്തെന്നറിയാൻ അരുതാത്ത അവിഘ്ന സിദ്ധപ്രണയങ്ങൾ, ഒരിറ്റ് നിണവും വീഴാതെ അഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ, എനിക്ക് രസം അത്യാസന്നോദയ വികാര വിപ്ലവ ദൃശ്യങ്ങൾ, അഗാധ ഹൃദയഹ്രദ മഥനോത്ഥിത സൗന്ദര്യ പ്രതിഭാസങ്ങൾ. അഗാധങ്ങളായ ഹൃദയഹൃദങ്ങളെ മതിച്ച് ഇതേതിരുൾക്കുഴിമേൽ ഉരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്ന് ഇടശ്ശേരിയെപ്പോലൊരു ഗാന്ധിയൻ പഠിപ്പിച്ചതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ രശ്മികളെ വിടേണ്ടതില്ല. വെടിവെച്ചാൽ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല. മജ്ജയല്ലിത്, മാംസമല്ലിത്, ദുർജയ നൂതന ജനശക്തി. ഇത് P. ഭാസ്കരൻ എഴുതിയതാണ്. P. ഭാസ്കരനെയൊക്കെ അറിയാതെ ഓർത്തു പോയതാണ്. ഈ ദുർജയ നൂതന ജനശക്തി
തൽക്കാലം ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും അത് ഉണർന്നെഴുന്നേൽക്കുമെന്നും എക്കാലത്തേക്കും ഒരു കാലത്തും ഫാഷിസം ലോകത്ത് ഭരിച്ചിട്ടില്ലെന്നും ഫാഷിസം ഇരുട്ട് വ്യാപിപ്പിക്കുമ്പോഴൊക്കെ ഇഫ് ദർ ഇസ് എൻ ഒപ്രഷൻ ദർ വിൽ ബി എൻ എക്സ്പ്രഷൻ. എത്രത്തോളം അടിച്ചമർത്തപ്പെടുന്നുവോ അത്രത്തോളം കൂടിച്ചേരലുകൾ ഉണ്ടാകും. വലിച്ചെറിയപ്പെടുന്ന മനുഷ്യർ, തിരസ്കൃത മനുഷ്യർ, ബഹിഷ്കൃതർ, നിന്ദിതർ, നിരാശ്രയർ, അനാഥർ, ദുഃഖിതർ, ദരിദ്രർ അവരൊക്കെ ഒപ്പുകടലാസിൽ എന്നതുപോലെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ഗാന്ധിജി ആ യുഗത്തിൻ്റെ പ്രത്യാശയാണ്. മഹാത്മാവ് സഹിച്ചോ അത്രത്തോളം ലോകത്തൊരു മനുഷ്യനും സഹിച്ചു കാണുകയില്ല. സ്നേഹത്തിൻ്റെ പരമാവസ്ഥയിൽ, സഹനത്തിൻ്റെ പൂർണ്ണതയിൽ സെൽഫ് ഡിസ്പാരേജ്മെൻറ്റ്, അത് ഗാന്ധിജിയുടെ വാക്കാണ്. സെൽഫ് ഡിസ്പാരേജ്മെൻറ്റ്, സ്വയം പൂജ്യമാവുക. സ്വയം പൂജ്യമായി നിന്നുകൊണ്ട് താൻ ആരുമല്ലെന്ന് പറഞ്ഞ് എല്ലാമായ ഒരു വലിയ രാഷ്ട്രീയ മഹാധർമ്മശക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധി. ആ ശരീരത്തെ ഇല്ലാതാക്കാൻ മനുഷ്യർക്ക് സാധിക്കും. പക്ഷേ ആ ശരീരത്തിൽ പ്രകാശിച്ച ധർമ്മം ഇല്ലാതാവുകയില്ല എന്ന് തന്നെയാണ് ഈ നിമിഷത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഇരുട്ട് വ്യാപിക്കുകയാണ്. ഇരുട്ട് വ്യാപിക്കും തോറും ഒരു ധർമ്മസൂര്യൻ ഉദിക്കുമെന്ന പ്രത്യാശ ഊതി കത്തിച്ച് 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 കൊണ്ടുവരിക തന്നെ വേണം. പോയി മറവാർന്നവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ, ഹൃദയ നിണത്താൽ തൈലം പൂശി പ്രാണമരുത്താൽ തെളിവേകി മാനികൾ ഞങ്ങൾ എടുത്തു നടന്നു വാനിനെ മുകരും പന്തങ്ങൾ, അസ്മദനശ്വര പൈതൃകമാമി അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ. ആ സ്കന്ധങ്ങൾ, പന്തങ്ങൾ ഗാന്ധിസ്മരണയിൽ നിന്ന് ഹൃദയത്തിൽ കൊളുത്തി. പ്രിയമുള്ളവരെ, ആ മഹാത്മാവിൻ്റെ മരണമില്ലാത്ത സ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് 2 നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കാലത്തിന് വേണ്ടി ശക്തി ആർജിക്കാം. മുന്നോട്ട് തന്നെ, മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. ഇന്ന് ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം, രക്തസാക്ഷി ദിനം. എല്ലാവരും 2 മിനിറ്റ് നേരം മൗനമാചരിച്ച് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കും. കവിതയെ ആത്മപരിഹാസത്തിൻ്റെയും സാമൂഹ്യ വിമർശനത്തിൻ്റെയും വിധാനങ്ങളിലേക്ക് ഉയർത്തുന്ന കവി വർഗീസ് ആൻ്റണിയെ കവിത അവതരിപ്പിക്കാൻ സാദരം ക്ഷണിക്കുന്നു. ക്രിസ്തുവുമായുള്ള ഒരു വർത്തമാനം പറച്ചിലാണ് ഈ കവിത. കവിതയുടെ തലക്കെട്ട് പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകലാണ് കവിത. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകലാണ് കവിത. ആകസ്മിക ജനനങ്ങൾക്കിടയിൽ നിൻ്റേത് അനാകസ്മികം, അലൗകികം, അലൈംഗികം, അവിഹിതമാണ്. സാക്ഷാൽ വിഹിതമെന്ന്, ദൈവഹിതമെന്ന് നിൻ്റെ തിരുക്കുറൾ. അങ്ങേയറ്റം അരക്ഷിതം, രക്തപങ്കിലം, എന്നിട്ടും കൊണ്ടാടുന്നു ലോകമാസകലം. പിറവിയിലെ രാജാധികാരത്തെ ധിക്കരിച്ച് ഇങ്ങനെ കുട്ടിച്ചോറാകണമായിരുന്നോ? രക്തം ചിന്തിച്ചു വന്ന നീ രക്തം ചിന്തിപ്പോയി, ഇത്ര ചിന്തിക്കണമായിരുന്നോ? പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകുമെന്ന നിരൂപകാതിശയോക്തി നിന്നെക്കുറിച്ചുകൂടിയുള്ളതായിരുന്നില്ലേ? തള്ളിക്കളയപ്പെട്ടവരുടെ കണ്ണീരും ചോരയും കൊണ്ടുണ്ടാകുന്ന നരകം കാണുന്നില്ലേ എന്നാണ് യുക്രൈനും മണിപ്പൂരും പാലസ്തീനും മൂലക്കല്ലാവുക. പുൽക്കൂട്ടിലെ ജനനം എത്ര ഇക്കോളജിക്കലായിരുന്നു, ഇക്കണോമിക്കലുമായിരുന്നു. ഏറ്റവും വലിയ ഗ്രഹം ദൈവാനുഗ്രഹമാണെന്ന് കണ്ടുപിടിച്ച നിന്റെ അനുയായികൾക്ക് നീ മൈസൂർ പാലസിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ അറ്റ കൈക്ക് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലോ ജാതനാകാതിരുന്നത് ജാതകദോഷം തന്നെ. ആപൽക്കരമല്ലാത്തതൊന്നും നിന്റെ അജണ്ടയിലില്ലല്ലോ. പേര് കീറാകാതിരുന്നത് നന്നായി, വയറ്റാട്ടി പോലും ഉണ്ടായിരുന്നില്ലല്ലോ.
സെൻറ് മേരീസിൻ്റെ സർഗവേദനയ്ക്ക് സെൻറ് ജോസഫും പൈക്കളും മാപ്പുസാക്ഷികൾ. ക്രൈസ്റ്റിൻ്റെ പ്രകാശനം വെറൈറ്റിയായി, വൈറലുമായി. എന്നിട്ടും ഇന്നേ വരെ ഒരു വിശ്വാസിക്കും ഒരമ്മയ്ക്കും മക്കളെ പുൽക്കൂട്ടിൽ പ്രസവിക്കാനുള്ള വകതിരിവുണ്ടായില്ലല്ലോ കർത്താവേ. മുമ്പേ വന്നവർ കയ്യേറിയത് കൊണ്ടാണ് നിന്റെ ഫാമിലിക്ക് ലോഡ്ജ് കിട്ടാതിരുന്നത് എന്ന് വാദിക്കുന്നവർക്ക് നീ വിതയ്ക്കാൻ പോകുന്ന ജൈവ ദൈവദർശനത്തെക്കുറിച്ച് ഒരു പിടിയുമുണ്ടായിരുന്നില്ല. നിസ്വരോടും തരുപക്ഷി മൃഗാദികളോടും നീ പുലർത്താൻ പോകുന്ന തിരുവൈക്യത്തിൻ്റെ രൂപകമായിരുന്നു പുൽക്കൂട്, എളിമയിൽ കുടികൊള്ളുന്ന മഹിമയുടെ രൂപകം. എത്ര പെട്ടെന്നാണത് പുലിക്കൂടായത്! മന്ദതയുടെ മുതുകിലാണ് രക്ഷകൻ രക്ഷ തേടി പറന്നത്. രാജാക്കന്മാർ വന്നുപോയതോടെ കാലിത്തൊഴുത്ത് കാലി. അവർ കൊടുത്ത പ്രസൻറ്റേഷൻ തെറ്റുപോലും എടുക്കാൻ മറന്നിട്ടുണ്ടാകും പ്രാണനം കൊണ്ട് പായുന്നതിനിടയിൽ. ചരിത്രകാരന്മാർ അന്വേഷിക്കട്ടെ. അല്ലകടി, ക്രിസ്മസിൻ്റെ നിറങ്ങളിൽ ചോപ്പ് ഏറാൻ കാരണമെന്താണ്? നിന്റെ പിറവി നിമിത്തം ചൊരിയപ്പെട്ട നിഷ്കളങ്ക രക്തത്തിൻ്റെ സൂചിമുനയോ? വിമോചനത്തിൻ്റെ വില അത്രമാത്രം മാരകമാണെന്നോ രക്തരൂപകത്തിൻ്റെ ധ്വനിമൂല്യം? നിന്നിലൂടെ പ്രവചിക്കപ്പെട്ട വീണ്ടെടുപ്പിൻ്റെ ബിംബപ്രതിബിംബമോ? നക്ഷത്രമായിരുന്നല്ലോ നിന്റെ ഇക്കോ ടൂറിസ്റ്റ് ഗൈഡ്. ചുറ്റിക അപ്പൻ്റെ ടൂൾ ബോക്സിലും അരിവാൾ അടുക്കളയിലുമുണ്ടല്ലോ. നീയൊരു ആഗർഭ ട്രെൻഡ് മേക്കർ തന്നെ. നക്ഷത്രം രാജാക്കന്മാരെ കാലിത്തൊഴുത്തിലേക്ക് നയിച്ചതുപോലെ നിന്റെ സത്യവാങ്മൂലങ്ങൾ അസത്യാനന്തര ലോകം വിരചിക്കട്ടെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകലാണ് കവിത. നന്ദി. പുതിയ തലമുറയിലെ ശ്രദ്ധേയസ്വരം രേഷ്മ സിയെ കവിത അവതരിപ്പിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ആതിരയ്ക്കും അശ്വിനിക്കും വരാൻ വേണ്ടി പറ്റിയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയാണ് കവിത വായിക്കുന്നത്. എന്നാലും ഞാൻ ഒരു കവിതയെ വായിക്കുന്നുള്ളൂ. ഡിസ്തൈമിക് ഡേയ്സി. 1. പ്രേമിക്കുന്ന പെണ്ണിന് പൂവുകൾ കൈമാറണമെന്ന് കരുതി സങ്കടത്തിൻ്റെ സമുദ്രത്തിൽ വീണ് കിടക്കുകയായിരുന്ന അവൾ വന്നില്ല. അവൾക്ക് വേണ്ടി പറിച്ച പൂവുകൾ മേശമേൽ പൂപ്പാത്രത്തിൽ കിടന്നു. പൂമ്പൊടി തൊടുമ്പോൾ ചുവന്നു തുടുക്കുന്ന പുതിയവളെ പരിചയപ്പെടുന്നതുവരെ. 2. പുളിക്കുന്ന ലൂബിക്കകൾക്ക് വേണ്ടി ആരാൻ്റെ പറമ്പ് തെണ്ടുന്ന കുട്ടികളുടെ ഏപ്രിൽ മാസം. മകളെ ഇതളെ എന്നൊരു പാട്ടിന് വെയിൽ നൃത്തം വെച്ച പോലെ തോന്നി. ആ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്നു. പാട്ടു കേട്ടുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പാട്ട് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഉറങ്ങാതിരിക്കുന്നു. 3. പാതകൾ എന്നോട് പേര് ചോദിക്കാറുണ്ട്. ഉറങ്ങിപ്പോവുമ്പോൾ കുലുക്കി ഉണർത്തി ചോദിക്കാറുണ്ട് തീവണ്ടികളും. ഓരോ ദേശത്തിലും ഞാൻ ഓരോ പേരുപയോഗിക്കുന്നു. ഒരിടത്തേക്കും വീണ്ടും പോകാത്തതുകൊണ്ട് അവ ഓർക്കാറില്ലെന്നു മാത്രം. 4. നീലപ്പൂവുകളുടെ ജനാലവിരിയിൽ വെളിച്ചം തട്ടി ഉണർന്നു. തീരങ്ങളുടെ ഓർമ്മകളുടെ ഒച്ച ചെവിയിൽ മുഴങ്ങി. ഒരു നദിയെ കണ്ടിരിക്കണമെന്ന് തോന്നി. അതേ നദിയിൽ ചാടി മരിക്കണമെന്നും. 5. എത്രയോ കടൽ തീരങ്ങളുള്ള നിന്റെ രാജ്യത്തിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു. അതിനായി നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അലഞ്ഞു. കടലുകളുടെ ഗന്ധത്തിന് തിരഞ്ഞു. 6. ചെടി നനയ്ക്കുമ്പോഴത്തെ അശ്രദ്ധയിൽ മേശപ്പുറം നനഞ്ഞു. മരിച്ച കുഞ്ഞിൻ്റെ വെളുത്ത ഉടുപ്പ് അതിന്മേൽ വിരിച്ചു. ഈർപ്പം തുണിയെ ഗാഢമായി കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ കുഞ്ഞ് എന്നെ പിടിച്ചിരുന്നതുപോലെ. 7. മധുരക്കിഴങ്ങിൽ വിഷം വെച്ച് എലികൾക്കായി കാത്തു. ഉറക്കത്തിലേക്ക് വീഴുമ്പോഴേക്കും എന്തെങ്കിലും തട്ടിയിടുന്നു എലികൾ. കെണികൾ എൻ്റെ രാത്രികൾ പോലെ അതീവ ശൂന്യമായി. മരിച്ച എലികളുടെ ശവങ്ങൾ തിരഞ്ഞു മടുത്തു. 8. കാണുമ്പോൾ കവിത തോന്നുന്ന പൂപ്പാടങ്ങൾ പോലും എന്നെ മടുപ്പിക്കുന്നു. നാട്ടിലേക്കുള്ള വഴിയിൽ എന്നോ കണ്ട ഒരു പൂമരമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓർമ്മ പോലും വെറുപ്പിക്കുന്നു. എൻ്റെ നാട് എന്നെ എത്ര മുറിക്കുന്നുവോ അത്രയും. 9. ഇലഞ്ഞു പൂത്ത ഒരിടവഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കെ ഇരുന്ന് കരയാൻ തോന്നുന്നു അതിൻ്റെ ചോട്ടിൽ. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൻ്റെ അവസാനത്തെ അടയാളവും കഴുകിക്കളഞ്ഞ് മാഞ്ഞു പോയി കളയാൻ തോന്നുന്നു പിന്നെയും.
10. വെളിച്ചത്തിൻ്റെ കളി മാത്രമാണ് മഴവില്ല്, വെള്ളത്തിൻ്റെ കളി മാത്രമാണ് ഈ ഉരുളൻ കല്ലെന്ന പോലെ. അതിനപ്പുറം അർത്ഥമൊന്നുമില്ല ഈ നിൽപ്പിന്, ആർക്കും വേണ്ടെന്നുറപ്പുള്ള ഈ പാർപ്പിന്. നന്ദി. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് കന്നഡ കവി മമത സാഗറാണ്. മമത സാഗറിനെ സാദരം ക്ഷണിക്കുന്നു. വി ഇൻവൈറ്റ് ഫേമസ് കന്നഡ പോയറ്റ് Mamata Sagar to present the poem. Thank you for having me here. Thank you, audience, for being here to listen to all of us, these amazing Malayalam poets and my dear friend Tamil poet Salma. I will be presenting 4 poems today. Sorry, I don't have a Malayalam translation. Wish I had one. This first poem is a response when some of the intellectuals were arrested and called urban Naxals by the state. And today it's very important for us through art to respond, and I think this is the wonderful dais where I can speak through my poetry. Knock on the door. ಅಗಳಿ ತಟ್ಟಿದ ಸದ್ದು, ಅಗಳಿ ತಟ್ಟಿದ ಸದ್ದು, ಹೊರಗು ಒಳಗು ಒಳಗು ಹೊರಗು, ಅಗಳಿ ತಟ್ಟಿದ ಸದ್ದು. ಆಚೆಯಿಂದ ತೆರೆವ ಬಾಗಿಲ ಈಚೆಯಿಂದ ತಳ್ಳಿ ಒಳ ನುಗ್ಗಿದ ಕತ್ತಲು ಬೆಳಕ ಬೀದಿಗೆಳೆದು ರಸ್ತೆ ತುಂಬ ರಾದ್ದಾಂತ. ಒಳಗು ಹೊರಗು ಹೊರಗು ಒಳಗು ಕತ್ತಲು ತುಂಬಿದಾಗ ಕಮ್ಮಗೆ ಕಂಬಳಿ ಹೊದ್ದು ಮಲಗಿದವರಿಗೆ ಕತ್ತಲ ಕೌದಿಯಡಿ ಹರಿವ ನೆತ್ತರ ಬಣ್ಣ ಕಾಣುವುದೇ ಇಲ್ಲ. ಆಗಾಗ ಆಗಾಗ ಕೇಳುತ್ತಿದ್ದ ಅಗಳಿ ತಟ್ಟಿದ ಸದ್ದು ಈಗ ಎಲ್ಲೆಲ್ಲೂ ಕೇಳುತ್ತಿದೆ ಅಗಳಿ ತಟ್ಟಿದ ಸದ್ದು. ನಾಕ್ ಆನ್ ದ ಡೋರ್ ಫ್ರಮ್ ಔಟ್ಸೈಡ್, ಫ್ರಮ್ ಇನ್ಸೈಡ್. Door that opens from this side is pushed forcefully from that side. Darkness barges in, drags the light to the streets. Anarchy, turmoil, and utter chaos. When darkness spreads the inside out, those that sleep under the cozy, concealed blankets never see the red of the blood seeping under the dark sheets. Knocks, knocks not so frequent. Knocks not so frequent are heard often from all sides today. And the next poem is Song Slaughter. This was written when Saket Raj was arrested by the police. Hands were tied and shot in the head, and his body was not given to anyone. Can we play the video, please? The song. When it fell, crumbled, collapsed, the earth shuddered, flowed red tomorrow's history and the lines that remain out of it. ಹಾಡು ಬಿದ್ದಾಗ ಕುಸಿದು ತತ್ತರಿಸಿ, ಹಾಡು ಬಿದ್ದಾಗ, ಹಾಡು ಬಿದ್ದಾಗ ಕುಸಿದು ತತ್ತರಿಸಿ ನೆಲ ಹರಿದಿತ್ತು. Flowed red tomorrow's history and the lines that remain out of it. Unsung songs quiver and quake in the soil and sludge, shattered dreams, buried wishes, whacked bodies. The last rays like fire set the river ablaze. ಮಣ್ಣಲ್ಲಿ ಕುಸಲಲ್ಲಿ ಬೆರೆತು ಒಡೆದ ಕನಸುಗಳು, ಹುಗಿದ ಆಸೆಗಳು, ಛಿದ್ರ ದೇಹಗಳು, ಕಡೆಯ ಕಿರಣದ ಸೋಕಿಗೆ ನೆಲ ಹೊತ್ತಿ ಉರಿದಿತ್ತು ದಗದಗ ದಗದಗ. ಕಡೆಯ ಕಿರಣದ ಸೋಕಿಗೆ
ನದಿಯ ಮೈ ಹೊತ್ತಿ ಉರಿದಿತ್ತು. ಧಗ ಧಗ ಹಾಡು ಬಿದ್ದಾಗ, ಹಾಡು ಬಿದ್ದಾಗ. The next poem is called Hide and Seek. Hide and Seek. ಒಂದು ಎಲೆ ಹಾಗೆ ಮೆಲ್ಲಗೆ ಮರದಿಂದ ಜಾರಿ ತೇಲುತ್ತ ಜೀಕುತ್ತ ಗಾಳಿಪಟವಾಗುತ್ತ ಮೈದಡವಿ ಜಾರುತ್ತ ನೀರ ಮೇಲಿನ ದೋಣಿಯಾಯ್ತು. ಬಣ್ಣ ಬಣ್ಣದ ಮೀನ ಜೊತೆ ಹಳದಿ ಹಸಿರಿನ ಚಮಕು, ಬಣ್ಣ ಬಣ್ಣದ ಮೀನ ಜೊತೆ ಹಳದಿ ಹಸಿರಿನ ಚಮಕು. ಸರ 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 ಕಣ್ಣು ತಪ್ಪಿಸಿ ನೀರ ಜೊತೆಯಲ್ಲಿ ಮರೆಯಾಯಿತು. ನೀರಿಗೂ ಗೊತ್ತಿಲ್ಲ, ಗಾಳಿಗೂ ಗೊತ್ತಿಲ್ಲ, ಮರಕ್ಕೂ ಗೊತ್ತಿಲ್ಲ ಈ ಕಣ್ಣು ಮುಚ್ಚಲೆಯಾಟ. A leaf from tree gliding, sliding, swinging, a kite catching the wind, a boat on the river with colorful fish, yellow and green, flash on the shining water, moves quickly, disappearing with the flow. Water doesn't know, air doesn't know, tree doesn't know. Fish, no, fish doesn't know. This game of hide and seek, the game of hide and seek. And the last poem that I present today is called Forest. This was written as a response to hijab, halal, lynching, winching, chasing, killing, using religion and gods as tools of hatred. Can we play it, please? ಕಾಡು, ನನ್ನೊಳಗೊಂದು ಕಾಡು, ದಟ್ಟ ಗಿಡ ಮರ ಬಳ್ಳಿ ಹಬ್ಬಿಕೊಂಡು ಹಗಲಲ್ಲೂ ಕತ್ತಲು ಹರಡಿ ಕುರುಡಾಗಿಸುತ್ತದೆ ಕಾಲುದಾರಿಗಳ. ಕಣ್ಣಿಗೆ ಕಾಣದ ಜನಗಳು ಹಾದಿ ಹುಡುಕುತ್ತಾರೆ. ಎಡವಿ ತಡವರಿಸಿ ಓಡಾಡುತ್ತಾರೆ, ಅಡಗಿಕೊಳ್ಳುತ್ತಾರೆ, ಹುಡುಕುತ್ತಲೇ ಇರುತ್ತಾರೆ ಕಾಣದ ಅದೇನೇನನ್ನು. ಅರಚುತ್ತಾರೆ, ಕಿರಚುತ್ತಾರೆ, ಸದ್ದೇ ಮಾಡದೆ ಅರಚುತ್ತಾರೆ, ಕಿರಚುತ್ತಾರೆ. ಅಲ್ಲಲ್ಲಿ ಅಪರೂಪ ಕರಳಿದ ಆಸೆ ಹೂಗಳ ಕೊಯ್ದು ಮುಡಿದು ಕಿವಿಯ ಮೇಲಿಟ್ಟುಕೊಂಡು ಭಜನೆ ಮಾಡುತ್ತಾ ಜಾತಿ ನೀತಿ ನುಡಿಬವರು ಕೊರಳ ಹಿಸುಕಿ ಖಚಕ್ ಅಂತ ಕರುಣೆ ತೋರುತ್ತಾರೆ. ಕತ್ತಲಾವರಿಸೋಲ್ಲ ಇಲ್ಲಿ, ಈ ಕತ್ತಲಲ್ಲಿ ಕಾಣುವುದೆಲ್ಲ ಕಲ್ಪಿತ ಕಾಣ್ಕೆಯ ಅಗೋಚರ ಹೊಗೆ ಹಗರಣದ ಧಗೆ. ಕಾಡು ಕತ್ತಲು ಕಳೆದು ಹೋಗುವ ಕಾಲ್ದಾರಿಗಳು, ದಿಕ್ಕು ದೆಸೆ ಹುಡುಕುತ್ತ ತಾರಾಡುವ ಜನ, ಕಾಡುವ ಕಟುಕರು ಈಗ ಈ ನೆಲದುದ್ದಕ್ಕೂ ಹರಡಿಕೊಂಡಿದ್ದಾರೆ. ಅರಳುವ ಹೂವ ಕೊಯ್ಯೋ ಹಲಾಲ್ಕೋರರು ಚಂದ್ರನ ಬೆನ್ನಟ್ಟಿ ಹೊರಟಿದ್ದಾರೆ. ಈ ಕಾಡ ಕತ್ತಲೆಯ ಕೀಟಲೆ ತಡೆಯಲಾಗದೆ ನಾನೀಗ ಸೂರ್ಯನನ್ನು ನುಂಗಿದ್ದೇನೆ, ಕಡಲ ಕುಡಿದಿದ್ದೇನೆ. ಅರಳುವ ಹೂವ ಕೊಯ್ಯೋ ಹಲಾಲ್ಕೋರರು ಚಂದ್ರನ ಬೆನ್ನಟ್ಟಿ ಹೊರಟಿದ್ದಾರೆ. ಸೂರ್ಯನ ದಾರಿ ಕಾಯುತ್ತಾ ಅವನು ಮುಳುಗುವ ಕಡಲ ತಡಿಯ ಹುಡುಕುತ್ತಾ ಮೋಡಗಳ ಮರೆಯಲ್ಲಿ ಹಾಸು ಹೊಕ್ಕು ಒಂದೇ ಸಮ ಓಡುತ್ತಿರುವ ಚಂದ್ರ ಬೆಳಕ ಚೆಲ್ಲುತ್ತಾನೆ ಆಗಾಗ. ದಣಿದ ಚಂದ್ರನ ಕೈಗೆಟುಕದಿದ್ದರೂ ಸೆರೆ ಹಿಡಿಯುವ ತರಾತುರಿಯಲ್ಲಿ ಈ ಜಾತಿವಂತರಿಗೆ ತಮ್ಮನ್ನು ಕತ್ತಲು ನುಂಗಿದೆ ಅನ್ನುವುದು ಇನ್ನೂ ಗೊತ್ತೇ ಇಲ್ಲ. The forest, a forest within me. Dense plants, trees, creepers cover daylight with dark blinding trails. Invisible people
look for paths to traverse. They stumble, stutter, struggle, hide, hide. They keep hiding, looking for many hidden things. Scream and cry silently. Pluck sporadically blooming flowers of desires, wear them on their hair, place them on the ear, sing hymns of caste and equity. Strangulate the neck, kachak, to show sympathy. The darkness doesn't conceal this place. In this dark, what it seems is imagined hatred, smoke of intolerance, sweated scandal. Impossible to bear the scoff of the obscurity. I have swallowed the sun, drank the oceans, the forest, darkness, paths leading to nowhere, people wandering in the search of directions. Those that celebrate genocide are now extended all over this land. Killers who destroy blooming flowers are now chasing the moon, awaiting for the sun, looking for the seashore where he sets. The moon, running concealed amidst the clouds, pours light every now and then. Though unable to capture the exhausted, unreachable moon, futile castes, these futile castes have failed to realize that they are completely engulfed by darkness. ಮೋಡಗಳ ಮರೆಯಲ್ಲಿ ಅರಳುವ ಹೂವ ಕೊಯ್ದು ಕಾಡು ಕತ್ತಲು ಕಳೆದು ಹೋದ ಕಾಲ್ದಾರಿಗಳು. ಕಡಲ ಕುಡಿದಿದ್ದೇನೆ, ಸೂರ್ಯನನ್ನು ನುಂಗಿದ್ದೇನೆ. ನಾನು ಕಡಲ ಕುಡಿದಿದ್ದೇನೆ, ಸೂರ್ಯನನ್ನು ನುಂಗಿದ್ದೇನೆ. ನನ್ನೊಳಗೊಂದು ಕಾಡು, ದಟ್ಟ ಗಿಡ ಮರ ಬಳ್ಳಿ. ನಮಸ್ಕಾರ. വളരെ ആഹ്ലാദകരമായ കവിതയുടെ 1.5 മണിക്കൂർ അവസാനിക്കുകയാണ്. നമ്മുടെ കവിതയുടെ ഭിന്ന സ്വരങ്ങൾ നമ്മൾ കേട്ടു. തമിഴിൽ നിന്നും കന്നഡയിൽ നിന്നും വന്ന 2 കവികൾ 2 തരത്തിൽ നമുക്ക് ഭാഷയുടെയും അനുഭവത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ശക്തി കാണിച്ചു തന്നു. കവിത ഇങ്ങനെ പല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് കവിതയുടെ ഒരു പ്രവൃത്തി കൂടിയാണ്, ആക്ടിംഗ് പോയട്രി, പ്രവർത്തിക്കുന്ന കവിത. അങ്ങനെ കവിതയുടെ പലതരത്തിലുള്ള ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചലനരഹിതമല്ല കാവ്യരംഗം. വിശേഷം രേഷ്മയും ശൈലനും സെബാസ്റ്റ്യനും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാവ്യധാരയും ഗോപേട്ടനും ഞാനും ഒക്കെ കുറച്ച് പഴയ ആളുകളെന്ന നിലയ്ക്ക് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന താളാധിഷ്ഠിതമായ ഒരു കാവ്യധാരയും തമ്മിൽ ഒരു സംഘർഷവും ഇല്ലാതെ ഒന്നിക്കുന്നൊരു അത്ഭുതകരമായ അനുഭവം ഇവിടെ ഉണ്ടായി. ഇതൊന്നും തമ്മിൽ അകലത്തിലല്ല എന്നും ഏത് പ്രയോഗ രീതിയിലും കവിത ഉണ്ടായിരിക്കലാണ് പ്രധാനമെന്നും കവിത ഇല്ലാതായാൽ എല്ലാ സൽസംഘങ്ങളിലും പകൽ സദാചാരം പറച്ചിലും രാത്രി തലകൊയ്ത്തുമായി കൊടും ഭീകരർ കയറിക്കൂടുമെന്നും കവിത ഇല്ലാതായാൽ കടൽ കരയെ വിഴുങ്ങുമെന്നും കവിത ഇല്ലാതായാൽ മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ദുരന്തത്തിലേക്ക് എത്തിച്ചേരുമെന്നും കവിത ഇല്ലാതായാൽ രാഷ്ട്രങ്ങൾ ഫാഷിസത്തിൻ്റെ കൈപ്പിടിയിലാകുമെന്നുമൊക്കെ കവിത ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പുതിയ കവിതയും ഏറ്റവും പുതിയ രീതിയിൽ പുതിയ സംവേദനങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. കേൾക്കപ്പെടുന്നത് മാത്രമല്ല, കേട്ടതിൻ്റെയും വായിച്ചതിൻ്റെയും ഉള്ളിൽ കേൾക്കാത്തതും വായിക്കാത്തതുമായ അനേകം അടരുകൾ ഓരോ കവിതയും സൂക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കവിതകൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തുമാറ് ധ്വനിയുടെ അനന്ത സാധ്യതകൾ കാണിച്ചു തരുന്നുണ്ട്. ധ്വനികാരൻ ആനന്ദവർദ്ധനൻ പറഞ്ഞതിനേക്കാൾ ധ്വനിയുള്ള കവിതകൾ വികേൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ, വികേൻ്റെ കഥയിൽ ധ്വനിക്കൊരു സൂചനയുണ്ട്, അതിപ്പോൾ ഇവിടെ പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വികേൻ്റെ കഥ ധ്വനിപ്പിക്കുന്നത് പോലെ അനന്തമായ സൃഷ്ടി പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉർവരമല്ലാത്തൊരു മണ്ണല്ല നമ്മുടെ കവിതയുടെ മണ്ണ്. പ്രത്യേകിച്ച് സന്തോഷം കന്നഡയിൽ നിന്നും തമിഴിൽ നിന്നും വന്ന് ഈ പഞ്ചദ്രാവിഡ ഭാഷകളിൽ ഞങ്ങളുടെ മാതൃഭാഷയാണ് അല്ലേ, രണ്ടുപേരും 2 മാതാക്കളുടെ പ്രതിനിധികളായി വന്ന നിങ്ങളോട് വി ആർ വെരി താങ്ക്ഫുൾ ടു ബോത്ത് ഓഫ് യു. പിന്നെ എൻ്റെ സ്വന്തം അനുജന്മാരാണ്, വിശേഷിച്ച് ഓരോരുത്തരും. വിനോദ് വൈശാഖി വൈകിയാണ് വന്നത്, അതുകൊണ്ട് വിനോദിനെ കുറിച്ച് ആദ്യം പറഞ്ഞില്ല, വർഗീസ് ആൻ്റണിയെക്കുറിച്ചും പറഞ്ഞില്ല. 2 പേരും നിങ്ങൾ കവിതയിലൂടെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെ ധാരാളം കവികൾ ഇപ്പോഴും
യശപ്രാർത്ഥനയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങാടിയിൽ തോറ്റുപോയവരാണ് കവികളൊക്കെ ആയിത്തീരുന്നത്. അങ്ങാടിയിൽ തോറ്റാൽ പിന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നാണ് നമ്മൾ കോപ്പി എഴുതി പഠിച്ചത്. അങ്ങാടിയിൽ തോറ്റുപോവുകയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കലഹിക്കാൻ പറ്റാതാവുകയും ചെയ്യുമ്പോൾ ഒരു പ്രതിനിവൃത്തി സാധ്യമാണെന്ന് വിചാരിക്കുന്ന തോറ്റവരെങ്കിലും തോൽക്കാത്ത കവികൾ കവിയശപ്രാർത്ഥികളല്ലാതെ പ്രവർത്തിക്കുന്ന ഈ കാലത്തിൻ്റെ അടയാളമായിട്ട് ഈ കവിയരങ്ങനെ കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാഹിത്യ അക്കാദമി ഇതം പ്രഥമമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവം അത്ഭുതകരമായ ജനപങ്കാളിത്തം കൊണ്ടും സർഗാത്മക സാന്നിധ്യം കൊണ്ടും ഗംഭീരമായി തീരുന്നു എന്ന ചാരിതാർത്ഥ്യം പങ്കുവെച്ചുകൊണ്ട് 11:30 മണിക്കായിരുന്നു ഈ സെഷൻ അവസാനിക്കേണ്ടിയിരുന്നത്. വളരെ കൃത്യമായി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ഇടപെടാതെ തന്നെ ആന്തരികമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് എല്ലാവരും വളരെ മനോഹരമായി ഇതിൽ പങ്കുചേർന്നു. ഓരോരുത്തർക്കും എൻ്റെ വക കൃതജ്ഞത, ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കും. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കവിതാ വായന സെഷൻ ഇവിടെ സമാപിച്ചു. അധ്യക്ഷത വഹിച്ച ആലങ്കോട് ലീലാകൃഷ്ണൻ, പങ്കെടുത്ത സൽമ, മമത സാഗർ, പി കെ ഗോപി, ജ്യോതിബായി പരിയാടത്ത്, സെബാസ്റ്റ്യൻ, സുമേഷ് കൃഷ്ണൻ, വിനോദ് വൈശാഖി, ശൈലൻ, വർഗീസ് ആൻ്റണി, രേഷ്മ സി എന്നിവർക്കും സദസ്സിനും പ്രത്യേകം നന്ദി.